നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്തെ ആകമാനം കൊറോണ നടുക്കിയപ്പോഴും അതിലൊന്നും പതറാതെ ദുബായ് മുന്നേറുകയാണ്. പ്രത്യേകിച്ച് ദുബായ് എക്സ്പോ 2020. ദുബായ് എക്സ്പോ 2020 കാണാൻ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് നിരവധി യാത്രക്കാരാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. ഇതിനോടൊപ്പം തന്നെ വിവിധ പാക്കേജുകളുമായി വിവിധ കമ്പനികളും എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ കൂടുതലായി എത്തുന്നത് സ്വർണ്ണക്കച്ചവടത്തിലും പ്രതിഫലിക്കുന്നതായി കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ 8 വർഷത്തെ ഏറ്റവും ഉയർന്ന വിൽപ്പനയാണ് സ്വർണ്ണക്കട്ടികളുടെയും നാണയങ്ങളുടെയും കാര്യത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായതെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 1 എക്സ്പോ തുടങ്ങിയത്. 4021 ടണ്ണാണ് കഴിഞ്ഞ വർഷത്തെ മൊത്ത വിൽപ്പന ചൂണ്ടിക്കാണിക്കുന്നത്. 2021 അവസാന പാദത്തിൽ 1247 ടണ്ണാണ് വിറ്റുപോയത്. 2019 ശേഷം ഏറ്റവും ഉയർന്ന വിൽപ്പനയാണ് ഇത് കാണിക്കുന്നത്. അതേ വർഷത്തെ അപേക്ഷിച്ച് 50% വർധനവാണ് കാണിക്കുന്നത്. സ്വർണ്ണക്കട്ടികളുടെയും സ്വർണ്ണ നാണയങ്ങളുടെയും വിൽപ്പനയിൽ 31% വർധനയുണ്ട്. 1280 ടണ്ണാണ് വിൽപ്പന. ഇതാകട്ടെ കഴിഞ്ഞ 8 വർഷത്തെ ഏറ്റവും ഉയർന്നതാണ്. ഏറ്റവും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ സ്വർണത്തെ കണ്ടു എന്നതിന്റെ തെളിവാണ് ഈ വിൽപ്പന വളർച്ചയെ മേഖലയിലുള്ളവർ വിലയിരുത്തപ്പെടുന്നത്. സ്വർണ്ണക്കടകളിലെ നേരിട്ടുള്ള ആഭരണ വിൽപ്പന ഒഴികെ ബാക്കിയെല്ലാം 2020 കോവിഡ് മൂലമുണ്ടായ നഷ്ടം നികത്തി മുന്നേറുകയാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതുകൂടാതെ സ്വർണം ആധാരമാക്കിയുള്ള ETF-കളിൽ 173 ലക്ഷം കോടി കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് സ്വർണം ആധാരമാക്കിയുള്ള ETF-കൾ സ്വരുക്കൂട്ടിയ 2200 ലക്ഷം കോടി വെച്ച് നോക്കുമ്പോൾ ഇത് നിസ്സാരമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. സ്വർണത്തിലുള്ള വിശ്വാസം തന്നെയാണ് ഇതിന് കാരണമെന്നും വ്യക്തമാക്കുന്നു. കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണശേഖരവും വർദ്ധിച്ചിട്ടുണ്ട്. 2020 അപേക്ഷിച്ച് 82% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 463 ടണ്ണാണ് കഴിഞ്ഞ വർഷം അധികമായി വാങ്ങിയിട്ടുള്ളത്. സാങ്കേതിക മേഖലയിലും സ്വർണത്തിന്റെ ഉപയോഗം കൂടി. കഴിഞ്ഞ വർഷം 9%മാണിത്. 330 ടണ്ണാണ് ഇങ്ങനെ അധികമായി വാങ്ങിയിട്ടുള്ളത്. മൊബൈലുകളിൽ കൂടുതൽ ബഹിരാകാശത്ത് ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പുകൾ വരെ ഇതിന്റെ ഉപയോഗമുണ്ട്. വിസിറ്റിംഗ് വിസയിൽ എത്തുന്നവർ സ്വർണം വാങ്ങുമ്പോൾ നൽകുന്ന വാറ്റിന്റെ 80% വിമാനത്താവളത്തിൽ തിരികെ തരുന്ന പദ്ധതി UAE നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതാണ് സന്ദർശകർ ഏറുമ്പോൾ കച്ചവടം വർദ്ധിക്കാനുള്ള കാരണം. ചില്ലറ വിൽപ്പന മേഖലയിൽ തങ്ങൾക്ക് കഴിഞ്ഞ വർഷം 53% വളർച്ചയുണ്ടായതായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ NP അഹമ്മദ് പറഞ്ഞു. സ്വർണം എന്നാൽ കറൻസിക്ക് തുല്യമാണ്. കോവിഡ് മൂലം ആളുകൾ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് അവരുടെ പക്കലുള്ള സ്വർണം വാങ്ങി പണം നൽകുന്ന പദ്ധതി നടപ്പാക്കിയിരുന്നു. അത് വലിയ ചലനം സൃഷ്ടിക്കുകയായിരുന്നു. നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതിൽ ആളുകൾക്ക് കൂടുതൽ വിശ്വാസമുണ്ടായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം ഡിസംബറിൽ വിൽപ്പനയിൽ നല്ല ഉയർച്ച ഉണ്ടായതായി ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് MD ഷംലാൽ അഹമ്മദും പറഞ്ഞു. ജനുവരി ആദ്യ ആഴ്ചയിൽ ഒമിക്രോൺ പേടി മൂലം വിൽപ്പന പ്രതീക്ഷിച്ചത്ര ഉയർച്ച കാണിച്ചില്ല. ഇപ്പോൾ വീണ്ടും ഉയർച്ച കാണിച്ചു തുടങ്ങിയതായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.